എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയൊരു തരം ഓൺലൈൻ തട്ടിപ്പിനെ പറ്റി പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. പലതരം ഓൺലൈൻ തട്ടിപ്പുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ OLX ബന്ധപ്പെട്ട് അല്ലെങ്കിൽ OLX വഴി നടത്തുന്ന ഒരു ഓൺലൈൻ തട്ടിപ്പ് പുതിയ രീതിയിലുള്ളൊരു ലേറ്റസ്റ്റ് തട്ടിപ്പിനെ പറ്റി പറയാനാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു അനുഭവമാണ്. നമ്മൾ സാധാരണ OLX വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പ് കണ്ടിട്ടുള്ളത് ആർമിക്കാരനാണ് ഐ ഡി പ്രൂഫൊക്കെ ഇട്ട് തന്നിട്ട് അഡ്വാൻസ് കാശ് അയച്ചു കൊടുത്താൽ മാത്രമേ വാഹനങ്ങൾ അയക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ആർമിക്കാരുടെ അല്ലെങ്കിൽ ID കാർഡൊക്കെ കാണിച്ചിട്ടുള്ള തട്ടിപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ പറയുക, ഭയങ്കര ബുദ്ധിമാന്മാരായ ചില കള്ളന്മാർ ചേർന്ന് പുതിയ തട്ടിപ്പ് ആയിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. സംഗതി ഇതാണ്: ആരെങ്കിലും OLX ഇട്ടിരിക്കുന്ന ജെന്യുവനായിട്ടുള്ള പരസ്യം അതിലവർ കയറി ഞങ്ങൾ വണ്ടി എടുത്തോളാം, ന്യായമായ വിലയ്ക്ക് കാർ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കുകയും അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു തുക അഡ്വാൻസ് കൊടുക്കുകയും ചെയ്യും. ചെറിയൊരു ടോക്കൺ അഡ്വാൻസ് പോലെ 1000 2000 കൊടുത്തിട്ട് നിങ്ങൾ ഇന്ന് തന്നെ പരസ്യം ഡിലീറ്റ് ചെയ്യണം. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞാനൊരു ഇടനിലക്കാരനാണ്, ഞാൻ പറഞ്ഞു വിടുന്നൊരു പാർട്ടി നിങ്ങളുടെ അടുത്ത് വണ്ടി എടുക്കാൻ വരും. അപ്പോൾ നിങ്ങൾ വണ്ടി കാണിക്കുക, അതിനുശേഷം ഞാൻ നിങ്ങളുടെ ബന്ധുവാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കി ഇടപാടുകൾ ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് ഉറപ്പിക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് വണ്ടി വിൽക്കാനിട്ട ആളുമായിട്ട് ഡീലുണ്ടാക്കിയതിന് ശേഷം ചെറിയൊരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് ആ ആളിനെ കൊണ്ട് പരസ്യം ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും പിന്നീട് ഇയാളുടെ പരസ്യമായിട്ട് ഈ പരസ്യം ഇടുകയും ചെയ്യും. അപ്പോൾ ഇയാൾ പരസ്യം ഇടുമ്പോൾ അത് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലായിരിക്കും ഇടുക, അത്യാവശ്യം ന്യായമായ റേറ്റിലിടും. അപ്പോൾ ഇത് കണ്ടിട്ട് ആരെങ്കിലും വണ്ടി വാങ്ങിക്കാൻ ആവശ്യക്കാരൻ വരുമ്പോൾ പറയും, എൻ്റെ അളിയൻ്റെയിലാണ് വണ്ടി ഇരിക്കുന്നത്, അളിയൻ ഇന്ന സ്ഥലത്താണ്, അപ്പോൾ അളിയൻ്റെ കോൺടാക്ട് നമ്പർ തരാം, നിങ്ങൾ അവിടെ പോയി വണ്ടി കണ്ടോളൂ, വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് തന്നാൽ മതി, വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് ഡീലാക്കും. മലയാളിയാണ് ഇത് ചെയ്യുന്നത്, ഹിന്ദിക്കാരന്മാരല്ല. സാധാരണ ഹിന്ദിക്കാരാണ് നമ്മൾ ഈ ഓൺലൈൻ തട്ടിപ്പിൽ സാധാരണ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ മലയാളികളാണ്. കേരളത്തിൽ നിന്നായിരിക്കില്ല, അവർ വിദേശത്തു നിന്നായിരിക്കും ഇത് ഡീൽ ചെയ്യുക. അങ്ങനെ ഇവർ വിളിക്കുന്നത് വാട്സപ്പ് കോളിലായിരിക്കും, അല്ല നോർമൽ കോളിലല്ല ഇവർ വിളിക്കുന്നത്. എന്നിട്ട് ഇവരുടെ നേരെ നമുക്ക് പാർട്ടിയുടെ നമ്പർ തരും, അത് അവർ തന്നിട്ട് വണ്ടി കാണാൻ പറയും. നമ്മൾ നേരെ പോയി വണ്ടി കാണുന്നു, വണ്ടി കണ്ടു നമുക്ക് ഇഷ്ടപ്പെടുന്നു. റേറ്റ് ഇവരിടുന്നത് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളോടും ഈ വണ്ടിയുടെ ഓണറോടും ഇവർ പറയും, വണ്ടിയുടെ റേറ്റ് നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട, റേറ്റ് ഞങ്ങൾ തമ്മിൽ ഡീലായിക്കോളാം, നിങ്ങൾക്ക് തരാനുള്ള റേറ്റ് നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ ഓണറുമായി സംസാരിക്കും. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അളിയനോട് സംസാരിക്കാൻ പറയും. ആരാണ് ഈ അളിയനാണ് തട്ടിപ്പുകാരൻ. അപ്പോൾ വണ്ടിയുടെ ഓണർ എന്തായാലും അയാൾക്ക് നല്ല വില കിട്ടുകയല്ലേ എന്ന് കരുതിയിട്ട് അയാൾ എന്ത് ചോദിച്ചാലും പറയും അളിയനോട് സംസാരിച്ചാൽ മതി. അപ്പോൾ അത് അളിയനാണ് എന്നുള്ള രീതിയിൽ അയാൾ പരിചയപ്പെടുത്തുകയും ചെയ്യും. വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട ഉടനെ എന്നാൽ പിന്നെ കാശ് അയക്കാം എന്ന് പറയും മുന്നേ ഈ പാർട്ടി എന്ത് ചെയ്യും, അളിയൻ്റെ അക്കൗണ്ടിലേക്ക് കാശ് ഇട്ട് കൊടുക്കും. അളിയൻ കാശ് കിട്ടിക്കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ഇതാണ് ഒരു പുതിയ തരം തട്ടിപ്പ്. ഇതിപ്പോൾ ഒരെണ്ണം ഇങ്ങനെ അറിഞ്ഞു, ഇങ്ങനൊരു തട്ടിപ്പ് നടന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ലീഗലി കേസിൽ പോയിട്ടുണ്ട്. കേസിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ കുറ്റക്കാരൻ എന്ന് പറയുന്നത് വണ്ടിയുടെ ഓണറാണ് തട്ടിപ്പുകാരനുമായിട്ടൊരു ഡീല് വെച്ചത്. അയാൾ വിറ്റ് തരാം എന്നുള്ള രീതിയിൽ വണ്ടി കണ്ടിട്ടാണ് ഓണർ വാങ്ങാൻ വന്നവൻ കാശ് കൊടുത്തത്. അപ്പോൾ തികച്ചും ന്യായം ഇയാളുടെ ഭാഗത്താണ്, വണ്ടി വാങ്ങാൻ വന്ന ആളുടെ ഭാഗത്താണ് ന്യായം. ഇതെൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ തട്ടിക്കപ്പെട്ടിരിക്കുന്നത് വണ്ടിയുടെ ഓണറാണ്. അതിപ്പോൾ ഈ പറഞ്ഞ കക്ഷിയുടെ കേസ് ഇത് കേസായിട്ടുണ്ട്, സൈബർ കേസും അല്ലാതെ ചീറ്റിംഗ് കേസും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ന്യായമായിട്ടും കോടതിയിൽ പോയിരുന്നാലും വണ്ടിയുടെ ഓണർ ആവശ്യപ്പെട്ട അക്കൗണ്ടിലേക്കാണ് ഇവർ കാശിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിയുടെ ഓണർ തന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഇത്തരത്തിലുള്ള ഇടനിലക്കാർ വന്നാൽ, പ്രത്യേകിച്ച് മലയാളികളായിരിക്കും ഇത്തരത്തിലോ ഈ തട്ടിപ്പിൽ നിൽക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള പറ്റിക്കലിൽ വഞ്ചിതരാകരുത്. ഓക്കെ.